Hi friends, എൻ്റെ പേര് Ashwin Jaison. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ ലേറ്റസ്റ്റ് ആയുള്ള സാംസങ്ങിൻ്റെ A23 4G മോഡലിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. A23 മോഡലിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ കൂടത്തെ ഒരു ചെറിയ റിവ്യൂവും കൂടി ചേർന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ നോട്ടിഫിക്കേഷൻ ആൻഡ് ലൈക്ക് ദ വീഡിയോസ് ഇഫ് യു ലൈക്ക് ആൻഡ് കമൻറ്റ് ഓൾസോ. വേറൊന്നും പറയാനില്ല, എല്ലാവരും സപ്പോർട്ട് വേണം. സോ ഇതാണ് A23ൻ്റെ ബോക്സ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഗാലക്സി A23 എഴുതിയിട്ടുണ്ട്, സാംസങ് എന്ന് ഫ്രണ്ട് ലേബിളുണ്ട്. ഇതിൻ്റെ പ്രൈസ് കാണിച്ചിരിക്കുന്നത് 23,990 ആണ്. ഇത് വരുന്നത് മാർച്ചിലെ സ്റ്റോക്കാണ്, ഇത് ലേറ്റസ്റ്റ് സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സും ബാറ്ററി ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കളറ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കളറ് പീച്ച് എന്ന് പറഞ്ഞൊരു കളറാണ്. അത് സാംസങ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ പീച്ച് കളറാണ്. സോ ദാറ്റ്സ് ദാറ്റ്. ഇതൊരു 6GB 128 വേരിയൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് മാർക്കറ്റിൽ ഒരു 19,500 അവൈലബിൾ ആയിരിക്കും. ഷോറൂമിൽ 19,500 അവൈലബിൾ ആയിരിക്കുന്ന മോഡലാണ്. സോ ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം നമുക്ക്. ഈ ഫോൺ നോർമലുള്ള പോലത്തെ തന്നെ ബോക്സാണ്, വലിയ ബോക്സാണ്. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു കുറച്ച് നോട്ടിഫിക്കേഷൻസും കുറച്ച് ഇതെല്ലാം ഉള്ളൊരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇജക്റ്റിംഗ് പിന്നും ഉണ്ട്. സെറ്റ് അസൈഡ് ആൻഡ് ഫോണ് സൈഡ്. ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു 15 വാട്ട്സിൻ്റെ അഡാപ്റ്റീവ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കേബിളും വരുന്നുണ്ട്. അത് നോർമൽ USB to C കേബിളാണ് വരുന്നത്. ഒരു C ടൈപ്പ് ചാർജറാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മോഡൽ, ഈ മോഡലിൻ്റെ കൂടെ വരുന്നത്. ഹെഡ്സെറ്റ് ആസ് യൂഷ്വൽ ഫോണ് ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രൈസ് കട്ട് ചെയ്യാനായിരിക്കും ഹെഡ്സെറ്റ് ഇതിൻ്റെ അകത്ത് ഒഴിവാക്കിയിട്ടുള്ളത്. സോ നമ്മുടെ ഫോൺ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഫ്രൂട്ട് പോലെ ഫീൽ ചെയ്യും. നല്ല ഗ്ലോസി ആയിട്ട് നല്ല റൗണ്ടഡ് ഡിസൈനാണ് വരുന്നത്. ഭയങ്കര പ്രീമിയം ഒരു ഫീലുണ്ട്. ഗ്ലോസി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതൊരു പീച്ച് കളറാണ്. ഇതൊരു ഭയങ്കര പ്രീമിയം ഫീല് തരുന്നുണ്ട്. ഒരു C ടൈപ്പിൻ്റെ താഴെ ഒരു ഇതുണ്ട്, ജാക്കുണ്ട്. പിന്നെ ഒരു 3.5 ജാക്കുണ്ട്, മൈക്കുണ്ട്. പിന്നെ ഒരു ബോട്ടം സ്പീക്കേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഒരേ കീ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ വോളിയം അപ്പ് ഡൗൺ ബട്ടണുണ്ട്. വേറെ ഒന്നുമില്ല. മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടുണ്ട്. ദാറ്റ്സ് ദാറ്റ്. ക്യാമറ 4 ക്യാമറയുണ്ട്. ആൻഡ് ലാസ്റ്റ് ടൈം ഉള്ള A22 ആയിട്ട് നോക്കുമ്പോൾ ഇത് ഒരു റൗണ്ടായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറയുടെ മോഡ്യൂള് കുറച്ച് അതുകൊണ്ട് ബൾക്കിനെസ് കുറഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുള്ളൊരു മോഡലാണ്. പിന്നെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ആസ് ഓൾവേസ് സാംസങ്ങിൻ്റെ നല്ല അടിപൊളി ബ്രൈറ്റ്നസ് ഉള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ഷേപ്ഡ് ക്യാമറ ആണ്, ഇൻഫിനിറ്റി ഷേപ്ഡ് ആണ് ക്യാമറ വന്നിരിക്കുന്നത്. ഓവറോൾ ഇത് കൈ പിടിക്കാനുള്ള കുറച്ച് സ്ലിപ്പറി ആണെങ്കിലും ഭയങ്കര ഒരു പ്രീമിയം ഫീല് തരുന്നുണ്ട് ഈ വരുന്ന പുതിയ A23 മോഡൽ. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ള ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ചാണ്. ഇതൊരു 6.6 ഇഞ്ച് ഫുൾ HD+ ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ്. ഇത് 90 Hz റിഫ്രഷ് റേറ്റുള്ള 20% അധികം ബ്രൈറ്റ്നസ് ഉള്ള ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സണ്ണി വെതറിലെല്ലാം നമുക്ക് ഇത് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ യൂസ് ചെയ്യാനും ഈ സ്ക്രീൻ കാണാനും പറ്റും. LCD ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബ്രൈറ്റ്നസ് കൂടുതലുണ്ട്. അതുകൊണ്ട് LED-യുടെ ഒരു ബെനിഫിറ്റ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചാണ്. ഇതിൻ്റെ അകത്ത് 4 ക്യാമറ ലെൻസ് വരുന്നുണ്ട്. അതായത് ഒരു 50 മെഗാ ഒരു OIS ഉള്ള ഒരു പ്രൈമറി ക്യാമറയാണ്, ലെൻസാണ് വരുന്നത്. പിന്നെ ഒരു 5 മെഗാ അൾട്രാ വൈഡും, പിന്നെ 2 മെഗാ മാക്രോ ലെൻസും, 2 മെഗാ ഡെപ്ത് സെൻസർ വരുന്ന ഒരു ലെൻസാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. ഫ്ലാഷും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു 8 മെഗാ ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫീച്ചേഴ്സാണ് ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വന്ന ഫോണിൽ നല്ലൊരു ക്യാമറ ഫീച്ചേഴ്സ് തന്നെ തന്നിട്ടുണ്ട് സാംസങ്. A23-ന് സോഫ്റ്റ്വെയർ സപ്പോർട്ട് വരുന്നത് Android 12 ആണ്. ഇതിന് ഒരു സ്നാപ്ഡ്രാഗൻ്റെ 680
4G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന പ്രോസറാണ് ഇൻബിൽഡായിട്ട് വരുന്നത്. 2 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്, 6GB 128ഉം 8GB 128ഉം. ഇതിന് രണ്ടിനും വെർച്വൽ റാം സപ്പോർട്ട് ചെയ്യും. അതായത് മിഡ് സെഗ്മെൻറ്റ് ഫോണിൽ ആദ്യമായിട്ട് വെർച്വൽ റാം തരുന്ന ഫോൺ A23 ആയിരിക്കും. അതായത് 6GBയുടെ കൂടെ 6GBയും കൂടി ആഡ് ഓൺ റാം, അതായത് 12GB വരും. 19,500-ന് ഒരു 12GB റാം ഫോൺസ് വേറെ മോഡൽസിലൊന്നും കാണാൻ വഴിയില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി ആണ് ഏറ്റവും അടിപൊളി, 5000 mAh ഉണ്ട്. മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ അതും നല്ലൊരു ഫീച്ചറാണ്. 25 watts ഫാസ്റ്റ് ചാർജിങ് മാത്രമേ ഉള്ളൂ സാംസങ് കൊണ്ടുവന്ന ഒരു ഡ്രോബാക്ക്. നമുക്കത് 45 or 65 watts ചാർജറും കൂടിയും ഇതിൻ്റെ അകത്ത് കൊണ്ടുവരായിരുന്നെങ്കിൽ സാംസങ് ഇറക്കിയതിൽ വെച്ചൊരു നല്ല ബിൽഡ് ഫോൺ തന്നെ ആയിരിക്കും. ചാർജിങ്ങിൻ്റെ പ്രശ്നം ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം കൊണ്ടും ഈ ഫോണിന് ഒരു പ്രീമിയം ലുക്കെല്ലാം ഉണ്ട്. കാണാൻ നല്ല ഡിസൈനിലെല്ലാം നല്ല ഒരു വെറൈറ്റി ഉണ്ട്. സോ കളേഴ്സും കുറച്ച് പെപ്പി ആയിട്ടുള്ള കളേഴ്സ് സാംസങ് ഇറക്കി തുടങ്ങി, ആൻഡ് ദാറ്റ്സ് ഗുഡ്. സോ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് മൈ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഡു സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ. സോ ഡു സപ്പോർട്ട്. പീസ് ഔട്ട്.